എന്ത് ചെയ്യും കൈമളേട്ടാ? നമുക്കത് പരിഹരിച്ചല്ലേ പറ്റൂ. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാ എന്നോടൊരു പിണക്കവും തോന്നരുത്. നിന്നോട് എന്ത് പിണക്കം തോന്നാനാ? നീയോ ഈ കുടുംബത്തിലെ അംഗമല്ലേ. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിന്റെയും കൂടി പ്രശ്നോ? അതായത് അവളൊരു രാജവെമ്പാലയാ. സൂക്ഷ്യം കണ്ടു നേരിടണം. അവളെ പിണക്കിയ പണി വാളും. അവള് കോടതിയെ കൊണ്ട് കേസ് കൊടുത്ത് കുഞ്ഞുമായി അവളുടെ പാട്ടിന് പോവും. അതുകൊണ്ട് വളരെ തഞ്ചത്തിൽ പെരുമാറുക നല്ലത്. ഇതെന്റെ അഭിപ്രായം കേട്ടോ. നിന്റെ അഭിപ്രായം വരവ് വെച്ചിരിക്കുന്നു. ഓ, ഇത്രയും കാലത്തിനിടയ്ക്ക് നീ നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അതാ നല്ലത് അല്ലേ മീനാക്ഷി? അതെ മുത്തശ്ശി, നമുക്ക് വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി അവളോട് സംസാരിച്ച് നോക്കാം. പക്ഷേ അവള് വെല്ലുവിളിച്ചല്ലേ പോയത്? അതെ, ഭീഷണി ഒന്നിനെ അവളടുത്ത് വില പോവില്ല. കാരണം പിടി ഇപ്പൊ അവളുടെ കയ്യിലാ. കുഞ്ഞ്. അത് ശരിയാ മാലതി പറഞ്ഞത്. അവൾക്ക് പോകാനൊന്നുമില്ല. അന്തസ്സുണ്ടോ, അഭിമാനമുണ്ടോ? നനഞ്ഞു പോയാ പിന്നെ മൊത്തം മുങ്ങിയാലും അവൾക്കൊന്നും നശിക്കില്ല. നേര് നെറിയും കെട്ടവള്. ഏത് കഷ്ടകാല സമയത്താണോ ഇവളെ കാർത്തിക്കിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തോന്നിയത്? വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ മുത്തശ്ശി. മറ്റൊരു ഒന്നൊന്നര ഐഡിയ എന്റെ മനസ്സിൽ മിന്നി പൊലിയുന്നുണ്ട്. എന്താ? നീ പേടിക്കാതെ പറയേ. ഈ ആടിനെ പ്ലാവില കാണിച്ച് മയക്കുന്ന പോലെ കുറെ രൂപ കൊടുത്താ അവൾ ഒതുങ്ങുമെന്ന് തോന്നുന്നു. കാശിന് ആർത്തിയുള്ളവൾ അവള്. എത്ര രൂപ വേണമെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കാൻ അവളൊന്ന് പോയി തന്നാ മതി. എന്നാ പിന്നെ അവളെ വിളിക്കേ, നമുക്ക് സംസാരിക്കാം. മോളെ മീനാക്ഷി, നീ പോയി അവളെ വിളിച്ചോണ്ട് വാ. ശരി മുത്തശ്ശി. അവളൊന്നും സമ്മതിക്കില്ല. അവള് ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടപ്പാക്കൂ. എനിക്ക് ഗാലറി ഇരുന്ന് കളി കാണണം, അത്രേ ഉള്ളൂ. നീ എന്താ മൈഥിലി പതിവില്ലാത്ത വിധം ഉറക്കെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കതെന്ത് പറ്റി? എനിക്കിനി ഒന്നും നോക്കാനില്ലടാ. ഞാൻ സ്വതന്ത്രയാണ്. ഐ എം എ ഫ്രീ ബേർഡ്. മൈഥിലി, നിനക്കെന്താ സംഭവിച്ചത്? വല്ലാത്തൊരു മാറ്റം. എല്ലാം നേരിട്ട് പറയാടാ. നമുക്ക് നേരിൽ കാണാം. നേരിട്ട് കാണാമോ? ആ, നേരിട്ട് കാണാം. ഒന്നുകിൽ നീ ആ കടപ്പുറത്തേക്ക് വാ, അല്ലെങ്കിൽ നീ എവിടെയാ വരുന്നതെന്നൊന്ന് മെസ്സേജ് ഇട്ടാ മതി. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ മൈഥിലി. ശരി എന്നാ, ഓക്കെ. എന്താ നീ ഇവിടെ? എന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അതല്ല, എന്നോട് വെറുപ്പുള്ള ഒരാള് എന്നെ കാണാൻ വന്ന എന്തിനാന്നാ ചോദിച്ചത്. കാണേണ്ടവരെ കാണാതിരിക്കാൻ പറ്റുമോ? പെട്ടുപോയില്ലേ? ആ, മുത്തശ്ശി നിന്നെ കാണണമെന്ന് പറയുന്നു. ഞാൻ വിളിക്കാൻ വന്നത്. എന്താ, ഇന്നും പൊതുവിചാരണയാണോ? വിചാരണയ്ക്കൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. മുത്തശ്ശിക്ക് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടത്രേ. ഓ, സന്ധി സംഭാഷണം. ഓക്കെ, അപ്പോ ഇത് ഉറപ്പായും സമാധാനപരമായ ഒരു സംസാരമായിരിക്കും അല്ലേ? ശരി, വിളിക്കുന്നിടത്ത് വരേണ്ടത് ഒരു സാമാന്യ മര്യാദയാണല്ലോ. ഞാനൊരു 15 മിനിറ്റിന് ശേഷം വരാന്ന് മുത്തശ്ശിയോട് പറ. ഇവള് ഒരു നടക്കൊന്നും ഇവിടുന്ന് പോകുന്ന മട്ടില്ല. വഴിയെ പോയ വയ്യവീലിയെ കാർത്തേട്ടൻ വിളിച്ചു കയറ്റിയതാണല്ലോ. എന്താ ആലോചിക്കുന്നു? മനസ്സിൽ എന്നെ ചീത്ത വിളിക്കുമായിരിക്കും അല്ലേ? മറ്റുള്ളവരെ അപമാനിക്കുന്നതിന് പകരം അവരെ ബഹുമാനിക്കും. മാതാപിതാക്കളിൽ നിന്നും പഠിക്കേണ്ട ശീലമാ. നീ അത് പഠിച്ചില്ല, ഞാനെന്ത് ചെയ്യാനാ? ഒരു തർക്കം വേണ്ട. സമാധാനപരമായ ചർച്ചയ്ക്ക് ഞാൻ വരാന്ന് സമ്മതിച്ചതാ. മീനാക്ഷി ചെല്ല്, ഞാൻ വന്നേക്കാം. എന്നോടാ കളി. അവൾക്ക് മുടിഞ്ഞ ഹെഡ് വെയിറ്റാ. അതുണ്ടാവുമല്ലോ. ചവിട്ടേറ്റ പാമ്പ് കടിക്കാതെ പോവോ? തൽക്കാലം ഇവരുടെ കൂടെ അങ്ങ് നിൽക്കാം. ഓളപ്പാത്തിലെ ഒതുലങ്ങിയ പോലെ മറിഞ്ഞും തിരിഞ്ഞുള്ളൊരു തന്ത്രം.
ഇനി അവളുടെ കൂടെ എന്ന് അറിഞ്ഞാൽ പണി വേറെ കിട്ടും. അല്ല, അവള് വരുമോ? വരാമെന്ന് പറഞ്ഞു. അവൾക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നോണം. കണ്ടില്ലേ, അവസരം കിട്ടിയപ്പോ അവള് തനിക്കോണം. എങ്ങാണ്ടോ കിടന്ന വയ്യാവേലിയായിരുന്നു. സഹതാപം തോന്നിയല്ലേ കാർത്തി ഇവിടേക്ക് വലിച്ചു കയറ്റിയത്. ഇപ്പതേ എല്ലാവരും അനുഭവിക്കുന്നു. ഹ, അല്ല, ഈ നന്ദിനിയുടെ എവിടെ പോയേക്കുവാ? അവൾ ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ശാന്തമായി ഒന്ന് പരിഹരിക്കാൻ പോന്നാട് അമ്പലത്തിലെ ഒരു ദിവസത്തെ പൂജ നേർന്നിട്ടുണ്ട്. അവൾ അങ്ങോട്ട് പോയിരിക്കേ. ആ, ദേ വരുന്നുണ്ട് ജില്ലാ കളക്ടർ. അമ്മേ, സൗമ്യമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം, കേട്ടല്ലോ അച്ഛാ. അതുകൊണ്ട് പതിവ് പോലെ അവളോട് ചൂടാവണ്ട. എന്താടി വിളിച്ചപ്പോ വരാൻ ഇത്ര താമസം? തമ്പുരാട്ടിക്ക് വരാൻ പല്ലക്ക് വേണമെങ്കിൽ അത് പറഞ്ഞാ മതിയായിരുന്നു. ചില സമയങ്ങളിൽ ചില സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡാ. ഒരിക്കൽ സവാളയ്ക്ക് പൊന്നമ്പല വന്നില്ലേ, അതുപോലെയാണെന്ന് കരുതിയാ മതി. ഈ ഓന്ത് പെട്ടെന്ന് നിറമാറി ഇവരുടെ കൂടെ ചേർന്നു. വിശ്വസിക്കാൻ കൊള്ളാത്ത ജീവി. എന്തിനാ വിളിപ്പിച്ചത്? വിളിപ്പിച്ചതേ നിന്നെ ആട്ടുകെട്ടിലിരുത്തിയ ആട്ട. എന്താ കൊച്ചമ്മയ്ക്ക് അതില് വിരോധമുണ്ടോ? അവളോട് ദേഷ്യപ്പെടാതെ രാജലക്ഷ്മി, അവളോട് ഞാൻ സംസാരിക്കാം. നീ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. കാർത്തിയുടെ ഭാര്യയായി, ഞങ്ങളുടെ കൊച്ചു മരുമകളായി നീ ഇവിടെ ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് നീ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ആ തെറ്റ് ചെയ്തത്. കാർത്തി നിന്നെ ഉപേക്ഷിച്ചതോ ഞങ്ങളെല്ലാം കൂടെ നിന്നെ പടികർക്ക് വിട്ടതോ അല്ല. നീ നിന്റെ പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച് മനഃപൂർവ്വം കടന്നു കളഞ്ഞതാ ഒരു കാമകന്റെ കൂടെ. കാർത്തികന്റെ മനസ്സിൽ നിന്ന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ആ ഷോക്കിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ഒരു പെൺകുട്ടി തയ്യാറായി, ഞങ്ങളുടെ മീനാക്ഷി. മീനാക്ഷിയെ കാർത്തി കല്യാണം കഴിച്ചു. അവരിപ്പോ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിക്കുക. നീ ചെയ്ത തെറ്റുകളെല്ലാം മറന്ന ഒരു ശുദ്ധഗതിക്കാരന് ഞങ്ങളുടെ കൊച്ചുമകൻ കാർത്തി. ദയവായി അവരുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റായി മാറരുത്. നീ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഡിവോഴ്സ് കൊടുത്ത് നീ തിരികെ പോണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ ഇടപെടില്ല. ഇവര് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ തന്നെയാ എനിക്കും ആഗ്രഹം. ഇതെന്താ നീ കൗൺസിലറുടെ മുമ്പിൽ പറയാതിരുന്നത്? ഞാൻ അവിടെ എന്റെയും എന്റെ കുട്ടിയുടെ കാര്യവും മാത്രമാണ് സംസാരിച്ചത്. കൂടാതെ വീട്ടിലുള്ളവർക്ക് ഞാൻ കാർത്തിയുമായിട്ട് ഇടപഴകുന്നതും ചെമ്പകമംഗലത്ത് താമസിക്കുന്നതും ഇഷ്ടമല്ലാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീ കാർത്തിയായിട്ട് ഇടപഴകുന്നതും ചെമ്പകമംഗലത്ത് താമസിക്കുന്ന എന്തിനാ? കാർത്തി വേറെ വിവാഹം കഴിച്ചവനാ. അവന് മറ്റൊരു കുടുംബമുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ഇവളെവിടെ കേട്ട് താമസിപ്പിച്ചതിന്റെ അബദ്ധം? ആ, അല്ല, അതിന് നീയും ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്തില്ലേ? അത് എന്റെ മനുഷ്യത്വം. ആ, ഇപ്പൊ മനസ്സിലായില്ലേ? മനുഷ്യത്വത്തിനും കിട്ടും 8ന്റെ പണി. ദേ, നിന്നോട് സഹതാപം കാണിച്ച കാർത്തികനും ഇപ്പൊ നിന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയേ പറ്റൂ. എനിക്കും അറിയാം കാർത്തികൻ എന്നെ ഇഷ്ടമല്ലാന്ന്. എനിക്കും ഇവിടെ താമസിക്കാൻ താല്പര്യവും ഇല്ല. എന്റെ കുട്ടി ഇങ്ങ് തന്നേക്ക്, ഞാൻ പോയേക്കാം. കുട്ടിയെ കിട്ടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കേണ്ട. കുട്ടിയെ ഞങ്ങൾ തരില്ല. ഉറപ്പാണോ? എന്താണ് ഇത്ര സംശയം? നീ ഇവിടെ കിടന്ന് എന്തൊക്കെ വെല്ലുവിളി നടത്തിയാലും കുട്ടിയെ ഞങ്ങൾ തരില്ല. അതിനുവേണ്ടി നീ വേലി കായും വേണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മീഡിയയുടെ മുമ്പിൽ പോയി എല്ലാം പറയും. ACP ആയ എന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു. എന്റെ കുട്ടിയെ കാണാനോ അതിന് മുലപ്പാല് കൊടുക്കാനോ എന്റെ ഭർത്താവും അയാളുടെ വീട്ടുകാരും സമ്മതിക്കുന്നില്ലെന്നും ഞാൻ പറയാം. ഇനി നിനക്ക് മാപ്പില്ല.
നിന്നെ ഇന്ന് ഞാൻ നിക്ക് നിക്ക് നിക്ക്. മുടിയാട്ടവും കലിയാട്ടവും ഒന്നും വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ കയ്യില് ഞാൻ കുട്ടിയെ മുലയൂട്ടണമെന്ന് പറഞ്ഞതിന് തെളിവുണ്ട്. അത് ഞാൻ മീഡിയയിൽ കാണിക്കും. ഇനി നിങ്ങൾക്കതിന്റെ കോപ്പി കാണണമെങ്കിൽ നിങ്ങളെ ഞാനത് കാണിക്കാം. ഇതാ കണ്ടോ. നിന്നോട് സിമ്പതി കാട്ടിയതിന് എന്റെ കൊച്ചുങ്ങൾക്ക് ഈ ശിക്ഷ കിട്ടണം. അത് പോട്ടെ, നിനക്ക് ചെമ്പകമംഗലത്തുനിന്ന് പോണമെങ്കിൽ എത്ര രൂപ കോമ്പൻസേഷൻ വേണം അത് പറയേ. എന്ത് വേണമെങ്കിലും തരാം. നിങ്ങക്ക് തെറ്റുപറ്റി മുത്തശ്ശി. പണം തന്നെ വിലയ്ക്ക് വാങ്ങാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? അത് നല്ലൊരു ചോദ്യ. നിനക്കെന്താ വേണ്ടത്? എനിക്ക് എന്റെ കുട്ടിയെ വേണം. അവളുടെ അമ്മ എന്ന സ്ഥാനം മറ്റാരും ഏറ്റെടുക്കാൻ പാടില്ല. അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കണം. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ ഒരു മുറിയിൽ എന്റെ കുട്ടിയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചോളാം. ഇത് പകയോ പ്രതികാരമോ ഒന്നുമല്ല, ഒരമ്മയുടെ അവകാശമാണ്. നിങ്ങൾക്കത് സമ്മതിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ മോളുമായിട്ട് ഇവിടുന്ന് പോവാൻ എന്നെ അനുവദിക്കണം. ഇതെന്റെ തീരുമാനം. ഈ തീരുമാനം ഞാൻ മാറ്റില്ല. നിങ്ങൾ ആലോചിച്ച് സമയമെടുത്ത് മറുപടി പറഞ്ഞാൽ മതി. വൈശാഖേ, മൈഥിലി, ഓ, നിന്നെ ഇങ്ങനെ എനിക്ക് അടുത്ത് കിട്ടുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ? സത്യം പറഞ്ഞ ഇങ്ങനൊരവസ്ഥയിലാ എനിക്ക് നിന്നോടുള്ള പ്രണയം അതിര് കവിയുന്നത്. ഞാൻ നിന്നെ വിളിച്ചതേ പ്രണയ കവിത രചിക്കാനൊന്നും അല്ല, ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നുവെച്ചാ പ്രണയവും വേണ്ടേ മൈഥിലി? എന്നുവെച്ചാ ഞാൻ നിന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമാണ്. അത് നീ മറന്നുപോകരുത്. എടാ, ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും നീ ചോദിച്ചില്ലല്ലോ, അതൊക്കെ നിനക്ക് അറിയണ്ടേ? അറിയണം. അതിനും കൂടിയല്ലേ ഞാൻ വന്നത്. നീ പറയ്. പറയാം. എന്റെ വൈകമുളെ തരാതെ ഞാൻ ഈ ചെമ്പകമംഗലത്തിന്റെ പടി ഇറങ്ങില്ല.
എന്നെ ഇവിടെ നിർത്തിയ കുഞ്ഞിനെ നിങ്ങൾക്കും കാണാം. ഇല്ലെങ്കിൽ കുഞ്ഞുമായിട്ട് ഞാനങ്ങ് പോവും. ആ എനിക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. അത് കുറച്ച് ദിവസമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യമാണ്. എന്താ വൈശാഖേ? നീ എന്തിനാ കാർത്തിക്കിന്റെ ഭാര്യയായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് കോടതിയിൽ പറഞ്ഞത്? അതെന്നെ ഇത്ര നാളും ദ്രോഹിച്ച ചെമ്പകമംഗലത്തുകാരെ ഒരു പാഠം പഠിപ്പിക്കാനാ. അപ്പോഴും ചെമ്പകമംഗലത്തുകാരോട് മാത്രമാണ് നിന്റെ വൈരാഗ്യം, കാർത്തിക്കിനോടല്ല. നീ എന്താ വൈശാഖ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചോദിക്കാൻ വൈകിപ്പോയൊരു ചോദ്യം ഞാനിപ്പോ ചോദിച്ചത്. കാർത്തിയോട് എനിക്ക് എന്തിനാ പ്രത്യേക പരിഗണന? അത് തന്നെയാ എന്റെയും ചോദ്യം. അവനെ കൂടി ഒരു പാഠം പഠിപ്പിക്കാനാ വൈശാഖെ ഞാൻ കോടതിയിൽ അങ്ങനെ പറഞ്ഞത്. നീ പാഠം പഠിപ്പിച്ച് വരുമ്പോ നമ്മുടെ ജീവിതം പൊളിഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മളൊരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലല്ലടാ മൈഥിലി. നമ്മുടെ ലക്ഷ്യം ഇതൊന്നും അല്ല. ചെമ്പകമംഗലത്തുകാരെ ദ്രോഹിക്കുന്നതൊക്കെ സെക്കൻഡറി. കുട്ടിയും തട്ടിയെടുത്ത് ആ വാളും തട്ടിയെടുത്ത് കടന്നു കളയാ, അതാണ് നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യവും അത്ര എളുപ്പത്തിൽ പ്രാക്ടിക്കൽ ആവുന്ന കാര്യമല്ല. പ്രാക്ടിക്കൽ ആക്കണം. അല്ലാതെ ജീവിതകാലം മുഴുവനും ചെമ്പകമംഗലത്ത് നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം? കുട്ടിയെ കൈ കിട്ടണ്ടേ വൈശാഖെ? കുട്ടിയെ കിട്ടാനാണോ പ്രയാസം? നീയല്ലേ കുഞ്ഞിന് പാൽ കൊടുക്കുന്നത്? രാത്രിയിൽ അതിനെ എടുത്തോണ്ട് അങ്ങ് മുങ്ങണം. എനിക്കൊരു മെസ്സേജ് ഇട്ടാ ഞാനിങ്ങ് പറഞ്ഞെത്തില്ലേ? ആ മീനാക്ഷിയുടെ കണ്ണീര് എനിക്ക് ശരിക്കൊന്ന് കാണണം. മീനാക്ഷിയുടെ കണ്ണീരും കണ്ടോണ്ടിരിക്കുമ്പോ തകരുന്നത് നമ്മുടെ ജീവിതമാണ്. ഞാനും ഒരു മനുഷ്യനാ, പച്ച മനുഷ്യൻ. എനിക്കുമില്ലേ വികാരങ്ങളും വിചാരങ്ങളൊക്കെ? എന്താ വൈശാഖ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? സത്യം പറയാലോ മൈഥിലി, ചെമ്പകമംഗലത്ത് തുടരണമെന്നുള്ള നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് എന്നെ വല്ലാണ്ട് ടെൻഷൻ ആക്കുന്നുണ്ട്. സത്യം പറ, കാർത്തികിനെ വിട്ടുപിരിയാൻ നിനക്കിപ്പോ മനസ്സ് വരുന്നില്ലേ? വൈശാഖെ, നമ്മൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നീ ഡിലേ ആക്കുന്നു. അതുകൊണ്ട് എനിക്കിത് അറിഞ്ഞേ പറ്റൂ. മീനാക്ഷിയെ കരയിപ്പിക്കണമെന്നല്ലാതെ എനിക്ക് കാർത്തിയോട്... മീനാക്ഷി ഉപേക്ഷിക്കാൻ വേണ്ടി നീ എന്നെ ഉപേക്ഷിച്ച് കാർത്തിയെ പോയി കേട്ടോ? നീ എന്നെ അവോയ്ഡ് ചെയ്യാനുള്ള സംശയം തോന്നി തുടങ്ങിയിട്ട് കുറെ ദിവസമായി. എന്താടാ വൈശാഖെ, എനിക്ക് നീ ഇല്ലാത്തൊരു ലോകമുണ്ടോ? എടാ, നമ്മളൊന്നല്ലേടാ. അല്ല, ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഇന്ന് ഓഫീസിലൊന്നും പോകുന്നില്ലേ? ഇല്ല. അതെന്താ? എനിക്ക് നല്ല സുഖമില്ല മീനാക്ഷി, മനസ്സിനും ശരീരത്തിനും. ജോലിക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. രാജിവെക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുക. എന്തൊക്കെയാ ഈ പറയുന്നേ? രാജിവെക്കണോന്നോ? അതെ. വേണ്ടാത്ത ചിന്തയൊക്കെ മാറ്റി കാർത്തിയേട്ടാ. നിങ്ങളുടെ ഒന്നാം ഭാര്യയല്ലേ ആ കാക്കിവേഷം, പിന്നെ അതെങ്ങനെ വേണ്ടാന്ന് വെക്കും? രാജിവെച്ചേ പറ്റൂ മീനാക്ഷി. എന്നിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുമായി ഈ നാട്ടിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോവാം. ആരും അറിയാത്ത വല്ലയിടത്തും പോയി താമസിക്കാം. മൈഥിലി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ അതാ നല്ലത്. കുഞ്ഞില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി മറ്റാരും അറിയാതെ നമുക്ക് ജീവിക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ കുഞ്ഞുമായിട്ട് എവിടെ പോയാലും ഒരു ഒഴിയാബാധ പോലെ മൈഥിലി പിറകെ വരും. അതല്ല, അവൾക്ക് എന്തൊക്കെ വഴികളുണ്ട് നമ്മളെ അന്വേഷിച്ച് കണ്ടെത്താൻ? അവൾ മീഡിയയ്ക്ക് മുന്നിൽ നമ്മൾ നാണം കെടുത്തില്ലേ? ചെമ്പകമംഗലം ഒരു അറിയപ്പെടുന്ന തറവാടല്ലേ? നമ്മളെ ചെളിവാരി എറിയുന്നത് കാണാൻ പലർക്കും താല്പര്യം ഉണ്ടാവും.
പിന്നെ എന്ത് ചെയ്യും മീനാക്ഷി? അവളെ പേടിച്ച് നമ്മൾ ഏത് കാട്ടിൽ പോയി ഒളിക്കാനാ? കാർത്തിയേട്ടൻ ഇത്ര ചീപ്പായിട്ടൊന്നും സംസാരിക്കല്ലേ. എന്തായാലും നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? അവളെ കൊടുക്കാൻ എന്തെല്ലാം വഴികളാ കിടക്കുന്നത്? നമ്മൾ ന്യായമായ മാർഗത്തിലൂടെയല്ലേ മീനാക്ഷി സഞ്ചരിച്ചിട്ടുള്ളത്. അതാ എനിക്ക് എന്തെന്നില്ലാത്തൊരു കുറ്റബോധം. അവളെ തിരികെ ചെമ്പകമംഗലത്തേക്ക് കയറ്റിയത് എന്റെ വലിയൊരു കുറ്റം തന്നെയാ. ആ, പറ്റിയത് പറ്റി. ഇനി അത് ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാം കാർത്തിയേട്ടാ. അവളെ ഇവിടുന്ന് പറപ്പിക്കാൻ നല്ലൊരു പ്ലാൻ നമുക്ക് കിട്ടാതിരിക്കില്ല. ഇങ്ങനെ വിഷമിക്കല്ലേ. കാർത്തിയേട്ടന്റെ മുഖം വാടുന്നത് കണ്ടാ എനിക്ക് സഹിക്കാൻ പറ്റില്ല.